ഹലോ ഗൈസ്, പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അനാമയ്യ വന്ന് നോക്കുമ്പോഴത്തേന് അനി നയനയുടെ അവാർഡ് ഫംഗ്ഷൻ്റെ ഫോട്ടോയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോഴത്തേനും അനാമയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. നീ കണ്ടോടാ, കുറച്ച് നേരം അവിടെ കാണും, നിനക്കിപ്പോൾ ഒരുപാട് സന്തോഷമായി കാണുമല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേന് അനി പറയും, അത് എനിക്ക് ഒരുപാട് സന്തോഷമായി. നയനയിടത്തേക്ക് എന്ത് ഫംഗ്ഷൻ പോയാലും അതൊക്കെ എനിക്ക് സന്തോഷമുള്ള കാര്യമാണെന്ന് പറയും. ഒരു ലോക്കൽ അവാർഡ് മേടിച്ചെന്ന് പറഞ്ഞ് ഇത്രമാത്രം പൊക്കാൻ എന്താ കാര്യമെന്ന് ചോദിക്കും. ഇത് ലോക്കൽ അവാർഡൊന്നുമല്ല, നിന്നെക്കൊണ്ട് പറ്റത്തില്ലല്ലോ ഇങ്ങനൊന്നും മേടിക്കാനും ചെയ്യാനും. നയനയുടെ കഴിവിന് കിട്ടിയ ബഹുമതിയാണിത്, ഇനിയും വീണ്ടും ഇതുപോലൊക്കെ തന്നെ കിട്ടുമെന്നും പറയും. എനിക്ക് തോന്നുന്നില്ല ഇതൊന്നും നേരെ ചൊവ്വേ കിട്ടിയതാണ്. ഇത് വല്യമ്മയുടെ കൂട്ടുകാരിയാണല്ലോ ഗ്രേസി ആൻറ്റി, അവരുടെ മകളാണ് ആൻമരിയ. ഇവരൊക്കെ തമ്മിലുള്ള ഒരു ടൈപ്പ് കാരണം നിങ്ങളെല്ലാം കൂടി മേടിച്ചു കൊടുത്താണെന്ന് എനിക്കൊരു സംശയമുണ്ട്. പിന്നെ ആദർശേട്ടന് ചാനലുകാരെയും വലിയ അറിവൊക്കെ ഉള്ളതാണല്ലോ, എന്നു വെച്ചാൽ ജുവലറിയുടെ പരസ്യമൊക്കെ ഒത്തിരി ചാനലുകാർക്ക് കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ അവരുമായിട്ട് ഒക്കെ ഒരു പരിചയത്തിൻ്റെ പുറത്തൊക്കെ മേടിച്ചെടുത്ത് അതാണെന്നാണ് എനിക്ക് തോന്നുന്നു ഈ അവാർഡെന്ന് പറയും. അന്നേരത്തേന് അനി പറയുന്നുണ്ട്, അങ്ങനെ കാശ് കൊടുത്ത് അവാർഡ് മേടിക്കുന്ന പരിപാടിയൊന്നും ഏട്ടനില്ലെന്ന്. ഇവിടെ ഒരുത്തിയുടെ അഹങ്കാരമാണ് സഹിക്കാൻ വയ്യാത്ത. അവാർഡ് കിട്ടിയവളെക്കാട്ടിലും അഹങ്കാരം അവിടെ ചേച്ചിക്ക്, അത് തന്നെ ഇവിടെ സഹിക്കാൻ പറ്റുന്നില്ല. അതിനിടയിലാണ് ടി വി വന്ന അവാർഡ് വീണ്ടും കണ്ടിട്ടും പിന്നെയും ഫോണിൽ കണ്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ നിനക്കെന്നൊക്കെ ചോദിച്ച് അനാമിക ദേഷ്യപ്പെടുകയാണ്. എടാ, ഈ ഫംഗ്ഷൻ നടക്കുമ്പോഴത്തേന് നിൻ്റെ വല്യമ്മ പോയിട്ടുണ്ടായിരുന്നല്ലോ, എന്നിട്ട് എവിടെയും നിൻ്റെ വല്യമ്മയുടെ മുഖം കാണിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അത് കണ്ടില്ലല്ലോ. അതാ പറയുന്നത്, ഇവിടെ ആർക്കും അതിനോടൊന്നും താല്പര്യമില്ല. അവളുടെ അമ്മായിയമ്മ പോലും ഈ ഫംഗ്ഷൻ ശരിക്കും കാണാനിരുന്നിട്ട് പോലുമില്ല. എന്നിട്ടാണ് നിങ്ങളെല്ലാം എടുത്ത് ഇവളെ തലയെ വെച്ചുകൊണ്ട് നടക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അനാമിക. ഞാനാണെങ്കിൽ ഇവിടെ വലിഞ്ഞു കയറി വന്ന അവൾമാർക്ക് രണ്ടുപേർക്കും ഇവിടുത്തെ വളർത്തുമൃഗങ്ങളുടെ പരിഗണന പോലും കൊടുക്കുന്നില്ലെന്നും അനാമിക പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേന് അനി പറയും, ഞാൻ എൻ്റെ ഭാര്യയ്ക്കും അതേ പരിഗണന മാത്രമേ കൊടുക്കുന്നുള്ളെന്ന്. അത് കേൾക്കുമ്പോഴത്തേന് അനാമികയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. അനിയെ ഒന്ന് ശരിക്കൊന്ന് തല്ലിയാൽ കൊള്ളാമെന്നുള്ള പരുവത്തിലാണ് നിൽക്കുന്നത് അനാമിക. അനിയാണ് കൂളായിട്ട് കയറി അകത്തോട്ട് അങ്ങ് പോവുകയും ചെയ്യും. ദേവയാനിയും നയനയും കൂടെ കറക്കമൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഒരു സൈഡിലായിട്ട് വണ്ടി നിർത്തുന്നുണ്ട്. എന്നിട്ട് ദേവയാനി പറയും, മോളെ ഇനി നീ ഓഫീസിലേക്ക് ചെല്ല്, അല്ലെങ്കിൽ ആദർശിന് സംശയം തോന്നുമല്ലോ എന്ന്. അത് ശരിയാമ്മ, എന്തായാലും ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം. അമ്മ ഈ വണ്ടി പൊക്കോളാൻ പറയുന്നുണ്ട്, ഞാൻ വേറൊരു ഓട്ടോയിൽ കയറി പൊക്കോളാം എന്ന് പറയും. അത് വേണ്ട മോളെ, മോൾ ഈ വണ്ടി പൊക്കും, ഞാൻ വേറൊരു വണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് നയനെ കയറ്റി ആ വണ്ടിയെ വിടുന്നുണ്ട്. നയന അവാർഡുമായിട്ട് ചെല്ലുന്നത് കാത്തിരിക്കുകയാണ് ആദർശ്. നയന അവാർഡ് കൊണ്ടുവന്ന് ആദർശിനെ കാണിക്കുന്നുണ്ട്. അത് കാണുമ്പോഴത്തേന് ആദർശ് പറയും, അവാർഡിന് മാത്രമല്ലല്ലോ ചുംബനം കൊടുക്കേണ്ടത്, അത് വാങ്ങിച്ച ആൾക്കും വേണ്ടതെന്ന് ചോദിച്ച് നയനെ ചേർത്ത് പിടിച്ച് നെറ്റിയിലൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. നീ അമ്മയെ കണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴത്തേന് നയന പറയും, ഞാൻ അവാർഡ് മേടിക്കാൻ കയറുന്ന സമയത്ത് അമ്മ സദസ്സിലിരിപ്പുണ്ടായിരുന്നു, പക്ഷേ ഇറങ്ങി വന്നപ്പോൾ തന്നെ അമ്മയെ കണ്ടില്ലെന്ന് പറയും. നീ അവാർഡ് മേടിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാനുള്ള ഒരു മനസ്സൊന്നും അമ്മയ്ക്ക് കാണുകയില്ല, അത് അമ്മ അന്നേരം ഇറങ്ങിപ്പോയതെന്നും ആദർശ് പറയും. അത് തന്നെയല്ല, നിൻ്റെ മുന്നിൽ തോറ്റു തന്നു എന്ന് അമ്മയ്ക്ക് ഒരു തോന്നലും ഉണ്ടായി കാണുമല്ലോ, നീ നിർബന്ധിച്ചിട്ടല്ലേ അമ്മ ആ ഫംഗ്ഷന് വന്നത്, അതുകൊണ്ട് കൂടിയായിരിക്കും അമ്മ അങ്ങ് പോയതെന്ന് പറയും. അതെന്താണെന്നൊന്നും അറിയത്തില്ല ആദർശേട്ടാന്നൊക്കെ പറഞ്ഞ് നയനയ്ക്ക് ചിരിയും വരുന്നുണ്ട്. എന്നാൽ ഒന്നും അറിയത്തില്ലാത്ത വട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ ആദർശ് പറയും, എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്ന് വെച്ചാൽ നീയും അമ്മയും സ്നേഹത്തോടെ കഴിയുന്നത് കണ്ടിട്ട് വേണം എന്ന് പറയുന്നുണ്ട്. അത് എന്ന് നടക്കുമെന്ന് അറിയത്തില്ലല്ലോ എന്നൊക്കെ പറയും. ആദർശേട്ടൻ ഇനി അതിനു വേണ്ടിയായിട്ടൊന്നും ശ്രമിക്കണ്ടെന്ന് നയന പറയും. എന്നാലും നീ വലിയ ബുദ്ധിമതിയൊക്കെ അല്ലേ, നീ ഒന്ന് ശ്രമിച്ച് നോക്കിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട് ആദർശ്. ഞാൻ അതിനു വേണ്ടിയൊന്നും ഇനി ഇറങ്ങുന്നില്ല, അമ്മ എന്നെങ്കിലും എന്നെ സ്നേഹിക്കുന്നെങ്കിൽ അന്ന് സ്നേഹിച്ചാൽ മതി, അല്ലാതെ അമ്മയെ നമ്മൾ ബുദ്ധിമുട്ടിയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നയനെ അങ്ങ് ഒഴിഞ്ഞു മാറുന്നുണ്ട്. എന്നാൽ നീ വാ, നമുക്ക് ഈ അവാർഡ് എല്ലാവരെയും കാണിക്കാൻ, എല്ലാവരും ഇത് ഒക്കെ നോക്കിയിരിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നയനെ വിളിച്ചുകൊണ്ട് നേരെ എല്ലാവരും ഇരിക്കുന്നിടത്തോട്ട് വരുന്നുണ്ട്. അവാർഡ് ജേതാവ് എത്തി എന്നൊക്കെ പറയും. അപ്പോൾ എല്ലാവരും വന്ന് കൺഗ്രാജുലേഷനൊക്കെ പറഞ്ഞ് അവാർഡൊക്കെ എല്ലാവരെയും നയനെ കാണിക്കുന്നുണ്ട്. പക്ഷേ അഭിക്ക് മാത്രം മുഖം തെളിയുന്നേ ഇല്ല. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നയനയ്ക്ക് മാത്രമല്ല ഇവിടെ ആർക്ക് വേണമെങ്കിലും ഇതുപോലെ ഓരോ അവാർഡൊക്കെ മേടിച്ചെടുക്കാൻ പറ്റും, പവിത്രയ്ക്കും പറ്റും, പിന്നെ എല്ലാവരും ആ ഒരു മത്സര ബുദ്ധിയോടുകൂടി വർക്ക് ചെയ്താൽ എല്ലാവർക്കും കിട്ടാവുന്നുള്ളതേ ഉള്ളൂ എന്നൊക്കെ പറയും. അന്നേരത്തേന് അഭിയുടെ മുഖം ശ്രദ്ധിച്ചിട്ട് ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താണ് നിനക്കൊരു വിഷമം പോലെ, നിനക്ക് സഹിച്ചില്ലേ അവാർഡ് കിട്ടിയെന്ന് ചോദിക്കും. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇത് ഏട്ടത്തി വഴി നമ്മുടെ ജുവലറിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി തന്നതല്ലേ, ഒരു അവാർഡൊക്കെ കിട്ടിയത് നല്ല കാര്യമാണെന്നൊക്കെ അഭി പറയും. എന്നിട്ട് മനസ്സിലോർക്കുന്നുണ്ട്, ദൈവമേ ഇത് അമ്മ എങ്ങനെ സഹിക്കുമെന്ന്.
അപ്പോൾ പവിത്ര പറയും നയനയുടെ ചേച്ചിയല്ലേ അഭീസാറ് കല്യാണം കഴിച്ചിരിക്കുന്ന ചേച്ചിക്കും ഇതുപോലുള്ള കഴിവൊക്കെ ഉണ്ടോയെന്ന്. അവൾക്ക് കഴിവ് ആ കുടുംബം കലക്കുന്ന കാര്യത്തിൽ മാത്രമേ ഉള്ളെന്ന് പറയും. അച്ഛനിൽ നിന്നാണ് നയന മേഡത്തിന് ഈ കഴിവ് കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പം സഹോദരിയായ സാറിൻ്റെ വൈഫിനും ഇതുപോലുള്ള കഴിവൊക്കെ കിട്ടിക്കാണുകയില്ലെന്ന് ചോദിക്കും. അവൾക്ക് ഇങ്ങനെയുള്ള കഴിവൊന്നും കിട്ടിയിട്ടില്ല, അവൾക്ക് കുടുംബത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ മാത്രമാണ് ശ്രദ്ധയെന്ന് പറയുന്നുണ്ട്. ഉടനെ തന്നെ അവൾ ഒരു അമ്മയാകും. 50,000 രൂപ ഉള്ള ശമ്പളമുള്ള ഞാൻ എങ്ങനെയാണ് ഒരു അമ്മയും കുഞ്ഞിനെയും നോക്കുന്നെന്നുള്ള ടെൻഷനിലാണ് ഞാനെന്നും അഭി പറയും. ജലജയ്ക്കും ജാനകിക്കും ഇതുവരെ ആ ദേഷ്യം മാറിയിട്ടേ ഇല്ല നയനയ്ക്ക് ഇപ്പോൾ അവാർഡ് കിട്ടിയത്. എന്നാലും അവൾക്ക് എങ്ങനെ ഈ അവാർഡ് കിട്ടിയെന്നുള്ളതാണ്. ഏടത്തിയുടെ ആണെങ്കിൽ മുഖം പോലും സ്ക്രീനിലൊന്നും കണ്ടിട്ടുമില്ലായിരുന്നു. ഇപ്പോൾ ഏടത്തി എവിടെയെങ്കിലും മാറി നിൽക്കുകയായിരുന്നിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇവർ. ആ സമയത്താണ് ദേവയാനി അങ്ങോട്ട് കടന്നു വരുന്നത്. അപ്പോൾ ദേവയാനിയെ കണ്ടുടനെ ഇവർ പറയും, ഏടത്തി അവിടെ ഒരുപാട് ശ്വാസം മുട്ടിയായിരിക്കും അല്ലേ നിന്നത്, ആ ഫംഗ്ഷൻ എങ്ങനെയുണ്ടായിരുന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും പറയും, ഞാൻ അങ്ങനെയൊന്നും ശ്രദ്ധിച്ചൊന്നുമില്ല, ഞാൻ അന്നേരം തന്നെ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നൊക്കെ പറയും. ആ സമയത്താണ് മുത്തശ്ശി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ മുത്തശ്ശി ചോദിക്കും, എന്ത് പരിപാടിയാണ് ദേവയാനി നീ പറഞ്ഞത്? നിൻ്റെ മരുമോൾക്ക് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുന്ന സമയത്ത് നിൻ്റെ തല ഉയർത്തി പിടിച്ച് നിനക്ക് അവിടെ ഇരുന്നുകൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കും. എനിക്കങ്ങനെ ഉള്ളതൊന്നും തോന്നിയില്ല അമ്മേ, അവളുടെ അവാർഡൊന്നും കാണണമെന്ന് എനിക്ക് ഒരു താല്പര്യമില്ലായിരുന്നു പറയും. നീ ഇങ്ങനെ പറയരുത്, മോളുടെ കഴിവിനനുസരിച്ചാണ് മോൾക്ക് അങ്ങനെ ഒരു അവാർഡ് കിട്ടിയത്. അപ്പോൾ അതനുസരിച്ച് സന്തോഷിക്കുകയല്ലേ നീ ചെയ്യേണ്ടേ, എന്നെങ്കിലും നീ ഒരിക്കൽ അവളുടെ വില മനസ്സിലാക്കുക തന്നെ ചെയ്യുമെന്നൊക്കെ മുത്തശ്ശി പറയും. ഇതുപോലൊരു മരുമോളെ കിട്ടിയത് നിൻ്റെ ഭാഗ്യമാണെന്നുള്ള കാര്യം നീ ഒരിക്കൽ മനസ്സിലാക്കുമെന്നും മുത്തശ്ശി പറയുന്നുണ്ട്. അപ്പോഴത്തേനും ദേവയാനി മനസ്സിലോർക്കുന്നുണ്ട്, ഞാൻ മനസ്സിലാക്കിയമ്മേ എൻ്റെ മരുമോളെ, എനിക്ക് ഒരുപാട് മനസ്സിലായി, ഇനി ഞാൻ ഒന്നും മനസ്സിലാക്കാനില്ല, എനിക്ക് സന്തോഷമായെന്നൊക്കെ മനസ്സിലോർത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നയന അന്നത്തെ സംഭവങ്ങളെല്ലാം ഓർത്തിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവയാനി ആയിട്ട് റെസ്റ്റോറൻറ്റിൽ പോയിരുന്നപ്പോൾ സംസാരിച്ച കാര്യങ്ങളും ഇനി മോൾക്ക് വേണ്ടി എന്നും മോളുടെ ഒപ്പം ഈ അമ്മ ഉണ്ടായിരിക്കുമെന്നൊക്കെ പറഞ്ഞത്, അതുപോലെ തന്നെ മോളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ വരണം, മോളെ വെറുക്കുന്ന ഒരുപാട് പേര് നമ്മുടെ വീട്ടിലുണ്ടല്ലോ, അവരൊക്കെ ഇത് കാണുകയും അസൂയപ്പെടുകയും ചെയ്യണമെന്നൊക്കെ പറഞ്ഞതും, ഇനി മോളുടെ എന്ത് കാര്യത്തിനും ഈ അമ്മ സപ്പോർട്ട് ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞതൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് നയന. അതൊക്കെ ഓർത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദർശ് അങ്ങോട്ട് കയറി വരുന്നത്. അന്നേരം ആദർശ് ചോദിക്കും, എന്താ സന്തോഷമായില്ലേ, ഇനിയിപ്പം നമുക്ക് ഈ അവാർഡ് നിൻ്റെ അമ്മയും അച്ഛനും ഒന്ന് കാണിക്കണ്ടേന്ന്. പോയാൽ കൊള്ളാവുന്നുണ്ടെന്ന് ആദർശിനോട് നയന പറയുന്നുണ്ട്. എന്നാൽ വാ നമുക്കിപ്പം തന്നെ പോകാമെന്ന് പറയും. ഇന്നിപ്പം ഇത്ര നേരത്തെ ഇറങ്ങണോ എന്നൊക്കെ നയന ചോദിക്കുമ്പോൾ ആദർശ് പറയും, അതൊന്നും സാരമില്ല, ഇന്നൊരു സ്പെഷ്യൽ ഡേ അല്ലേ, അതുകൊണ്ട് നമുക്കിന്ന് നേരത്തെ ഇറങ്ങാം, വീട്ടിൽ ചെന്ന് അച്ഛനെയും അമ്മയൊക്കെ ഈ അവാർഡ് കാണിച്ചേച്ച് വീട്ടിൽ പോകാമെന്ന് പറയും. പിന്നീട് കാണിക്കുന്ന കനകയും ഗോവിന്ദനും ഇരുന്ന് സംസാരിക്കുന്നതാണ്. നന്ദുവിന് ചിക്കൻ ബോക്സ് ആണ്, അതുകൊണ്ട് നന്ദു ഇനി പുറത്തോട്ടൊന്നും ഇറങ്ങണ്ട എന്നുള്ള രീതിയിൽ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേന് ആദർശ് നയനെ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. അവാർഡ് രണ്ടുപേരെയും കാണിക്കുന്നൊക്കെ ഉണ്ട്. ഇവർക്ക് രണ്ടുപേർക്ക് സന്തോഷമാകുന്നുണ്ട്. അന്നേരം കനക ചോദിക്കുന്നുണ്ട്, ആദർശ് മോൻ്റെ അമ്മയെ ഫംഗ്ഷൻ പോയിരുന്നു, പക്ഷേ അതിനകത്ത് വീഡിയോയിലൊന്നും കണ്ടില്ലല്ലോ എന്ന്. അമ്മ അവിടെ എങ്ങനെ ഉണ്ടായിരുന്നിരിക്കും, അത് ചിലപ്പം പെട്ടെന്ന് ഇറങ്ങി പോന്ന് കാണുമെന്നൊക്കെ ആദർശ് പറയും. അന്നേരം നന്ദുവിനെ തിരക്കുമ്പോൾ നന്ദുവിന് ചിക്കൻ ബോക്സ് ആണ്, അതുകൊണ്ട് മുറിയിലിരിക്കുകയാണെന്നൊക്കെ പറയും. ആ സമയത്ത് നയനയുടെ ഫോണിലേക്ക് നന്ദു മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്, ഇവർ വന്നത് അറിഞ്ഞു എന്നുള്ള രീതിയിൽ. അന്നേരം ഇവരെന്നിട്ട് പോകാനൊക്കെ തുടങ്ങുമ്പോഴത്തേന് ഒരു വെള്ളം കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് കനക നയനെ അകത്തേക്ക് കൊണ്ടുപോകും. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട് ആദർശനോട്, മോളെ അകത്ത് ഇരുത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ എന്താകുമായിരുന്നു, മോൻ ഓഫീസിലൊക്കെ മോളെ കൊണ്ടുപോയ കാരണമല്ലേ മോൾക്ക് ഇങ്ങനെയൊക്കെ കഴിവൊക്കെ തെളിയിക്കാൻ പറ്റിയത്, അതുകൊണ്ട് മോനോട് ഒരുപാട് നന്ദിയുണ്ടെന്ന്. അപ്പോൾ ആദർശ് പറയും, അച്ഛൻ എന്നോടല്ല നന്ദി പറയേണ്ടത്, ഞാൻ അച്ഛനോടാണ്, അച്ഛൻ്റെ കഴിവാണ് നയനയ്ക്ക് കിട്ടിയിരിക്കുന്നത്, അത് ഞാൻ ഒന്നുകൂടെ പൊലിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അച്ഛനാണ് ഏറ്റവും അഭിനന്ദനം അർഹിക്കുന്ന ആളെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.